ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ തേങ്ങയും പച്ചരിയൊക്കെ വെച്ചിട്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പച്ചരിയാണ്. അപ്പോൾ അത് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പച്ചരിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പച്ചരി ഒരു 2-3-4 കയ്യിൽ പച്ചരി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇട്ടിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കാം. അപ്പോൾ അത് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുറച്ച് വെള്ളമാണ് ഇതിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരച്ചെടുത്ത ആ ഒരു മാവിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു 2-3 കയ്യിൽ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിൽ തന്നെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ നമ്മളിത് അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ തിളച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കൂടുതലായിട്ട് നമ്മൾ തേങ്ങ എടുക്കണം. ഇനിയിപ്പോൾ ഈ തേങ്ങ മുഴുവനായിട്ട് തന്നെ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത് അരച്ചെടുത്തില്ലേ, അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റിൽ ഇട്ട് കൊടുക്കണ്ട, ലാസ്റ്റിട്ട് ആ ഒരു നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഒന്നുകൂടെ അരച്ചെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടാണ് നമ്മുടെ ഈ മാവ് ഇരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരി മുഴുവനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ഞാനിത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വേഗത്തിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ മാവ് പെട്ടെന്ന് തന്നെ കട്ട കിട്ടും കേട്ടോ, കാരണം തിളച്ചിട്ടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നോക്കാം ഇത് എത്ര വേണം നമുക്കിതിലേക്ക് വെള്ളം എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് വേണ്ടത്. ഒരിക്കലും നന്നായിട്ട് ലൂസ് ആവരുത്, അത് നല്ല തിക്കായിട്ടും ഇരിക്കരുത് കേട്ടോ. അപ്പോൾ കുറഞ്ഞൊരു ലൂസിലായിട്ട് വേണം നമുക്ക് ഈ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറൊരു കാര്യം കാണിക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കയ്യിൽ അത്യാവശ്യം വലിയ കയ്യിലാണ്, ഒരു മീഡിയം സൈസുള്ള കയ്യിലാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു 1.25 കയ്യിൽ ഞാൻ മാവ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റിൻ്റെ ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ അപ്പം നന്നായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സെൻറ്ററിലൊക്കെ നന്നായിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചട്ടിയിൽ നിന്നും എടുക്കാം. അപ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടാകും നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഞാൻ ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.